വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇടേണ്ടതായിരുന്നു. പക്ഷേ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയുടെ ഉള്ളിലുള്ള ലേഡീസ് ഹോസ്റ്റലിൽ തുറന്നിട്ട മുറിയിലിരുന്ന് ചെയ്യണം. എൻ്റെ തിരക്കുകളും യാത്രകളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് എനിക്ക് ഹോസ്റ്റലിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സമയം കിട്ടി. കഴിഞ്ഞ ദിവസം ക്യാമ്പസിനകത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് SFI നടത്തിയ തികച്ചും ജനാധിപത്യരഹിതമായിട്ടുള്ള ഒരു അക്രമത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിന് ഫ്രണ്ടിൽ നടന്നിരുന്ന ഒരു സംഘർഷാവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് എടുത്ത ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് SFIയുടെ ഒരു നേതാവ് ഞാൻ എന്തോ 100 സഖാക്കളെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പേടിച്ച് ഗേറ്റ് പൊളിച്ചോടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ SFIയുടെ 35ഓളം വീര രക്തസാക്ഷികളുടെ രക്തം കൊണ്ട് ആലേഖനം ചെയ്ത തൂവെള്ളക്കൊടി കത്തിച്ച അദീനയെ ഞങ്ങൾ ഉണ്ണിക്കില്ല, ഞങ്ങൾ ഹോസ്റ്റലിൽ കിടത്തിക്കില്ല, ഞങ്ങൾ ക്യാമ്പസിൽ കയറ്റില്ല, അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള സഖാക്കളുടെ ഒരു കൂട്ടം ഭീഷണി. ഇതുകൂടാതെ CPMന്റെയും DYFIയുടെയും ലോക്കൽ പേജുകളിലുള്ളവരുടെ ഗ്രൂപ്പുകളിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും എന്നെ വീട്ടിൽ കയറി വെട്ടും, എന്നെ നാട്ടിൽ കാലുകുത്തിക്കില്ല, എന്നെ കൊണ്ട് പൊതിച്ചോറുണ്ണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം FB പോസ്റ്റും വോയിസ് മെസ്സേജും. അതിലൊന്നാണ് എൻ്റെ സ്വന്തം നാട്ടിലെ CPMന്റെ ഒരു ലോക്കൽ പേജിൽ വന്ന ഈ പോസ്റ്റ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാൻ നിങ്ങളെ പരസ്യമായിട്ട് വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ പറയുന്ന ഉടുമ്പന്നൂർ ടൗണിൽ നിങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ പറയുന്ന ഡേറ്റിൽ ഞാനൊരു പായ വിരിച്ച് ടൗണിൽ വന്നിരിക്കാം. നിങ്ങൾ പൊതിച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്താന്ന് വെച്ചാൽ കൊണ്ടുത്താം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഉണ്ണാം. ഇതിലും വലിയ ഭീഷണിയൊക്കെ എൻ്റെ 17ാമത്തെ വയസ്സിൽ മൂവാറ്റുപുഴയിൽ SDPIക്കാർ എൻ്റെ ഫ്രണ്ടിൽ വന്ന് മുഴക്കിയിട്ടുണ്ട്. അന്ന് ഞാൻ പേടിച്ചിട്ടില്ല. ഇന്ന് എനിക്ക് 23 വയസ്സുണ്ട്. നിങ്ങൾക്ക് കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ജയകൃഷ്ണ മാസ്റ്ററെ കൊന്ന പോലെ ചിലപ്പോൾ എന്നെയും കൊല്ലുമായിരിക്കും. പക്ഷെ ഞാൻ ഇത്ര കാലം ജീവിച്ചിരുന്നോളാന്നൊന്നും ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല നീ. അല്ലെങ്കിൽ ഞങ്ങളുടെ സദാനന്ദ മാസ്റ്ററിന്റെ കാല് വെട്ടിയതുപോലെ എൻ്റെ കയ്യോ കാലോ വെട്ടുമായിരിക്കും. നിങ്ങൾ എന്നെ കൊല്ലുവോ വെട്ടുവോ എന്താന്ന് വെച്ചാൽ ചെയ്യും. പക്ഷെ ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ മുതിർന്ന പ്രവർത്തകർക്കും. ഈ അക്രമ രാഷ്ട്രീയത്തിന്റെയും ദേശവിരുദ്ധതയുടെയും ഒക്കെ വിളനിലയായിട്ടുള്ള കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് പഠിക്കാൻ വന്ന് കയറുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം ദേശീയ ബോധമുണ്ടോ, എത്രമാത്രം സംഘടനാ ബോധമുണ്ടോ, അതിൽ നിന്ന് ഒരു തെല്ല് പോലും അതൊന്നും കുറയാതെ തിരിച്ച് പഠിച്ചിറങ്ങാന്നുള്ളൊരു വാക്ക് ഈ ക്യാമ്പസിലുള്ള അതേ സഖാക്കളുടെ മുമ്പിലിട്ട് ഇതിന് മുമ്പും ഞാൻ SFIയുടെ കൂടി കത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും കത്തിച്ചു, ഇനി നാളെയും കത്തിക്കും. കയ്യിലിരിക്കും നല്ലതല്ലെങ്കിൽ. ഞാൻ ഇന്നലെ ഈ ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഇനി നാളെയും